ഫിഗ്മ ഈ കോൺഫിഗ് 2024 ബിഗ് ന്യൂ അപ്ഡേറ്റ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അപ്ഡേറ്റ്സിനേക്കാൾ മോസ്റ്റ് പവർഫുൾ അപ്ഡേറ്റ് ആയിരുന്നു ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് അപ്പ്, ഫിഗ്മ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റേഴ്സിൻ്റെ UI റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ന്യൂ ആൻഡ് മോഡേൺ മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇപ്രാവശ്യത്തെ അപ്ഡേറ്റ്സിൽ ഫിഗ്മ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അപ്ഡേറ്റിൽ ടൂൾ ബാർ ഏറ്റവും താഴെയായിട്ടാണ് ഫിഗ്മ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരുപാട് പുതിയ ടൂളുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഫിഗ്മയുടെ സ്ട്രക്ചർ പഴയ പോലെ തന്നെയാണ്, ചെറിയ ഫൈൻ ട്യൂൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാലും ഈ അപ്ഡേറ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും വരും അപ്ഡേറ്റ്സിൽ നമുക്കിത് അഡാപ്റ്റ് ആവാം. അടുത്ത അപ്ഡേറ്റ് ഓട്ടോ ലേഔട്ടിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇപ്രാവശ്യത്തെ ഓട്ടോ ലേഔട്ടിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോ ലേഔട്ടിൽ കമ്പോണൻസിനെ സ്ട്രക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏതൊരാൾക്കും ഫിഗ്മയിൽ സജഷൻ എന്നുള്ള പുതിയൊരു ഫീച്ചർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫിഗ്മ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിം സ്ട്രക്ചർ വിത്ത് റെസ്പോൺസിൽ നമുക്ക് സജസ്റ്റ് ചെയ്യും. ഈ ഫീച്ചർ നമുക്ക് എത്ര വലുപ്പമുള്ള ഡിസൈൻ പാർട്ടിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കാർഡിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മോർ ലേഔട്ട് ഓപ്ഷൻ എന്നതിൽ സജഷൻ ഓട്ടോ ലേഔട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യും. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഫിഗ്മയുടെ AI ഫീച്ചർ. ഈ AIയുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ ഡിസൈൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യാനും നമ്മൾ വർക്ക് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. ഈ AIയുടെ ഹെൽപ്പോട് കൂടി നമുക്ക് ഒരു ബ്ലാങ്ക് സ്ക്രീനിൽ UI ഡിസൈൻസുകൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു സിംഗിൾ ക്ലിക്കിലൂടെ നമുക്ക് എല്ലാ ഫ്രെയിംസിനെയും റീനെയിം ചെയ്യാൻ സാധിക്കും. റീനെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏതൊരാൾക്കും ഈ ഫീച്ചർ ഉപകാരപ്പെടും. അതുപോലെ തന്നെ AI ഉപയോഗിച്ച് നമുക്ക് കണ്ടന്റുകൾ റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു AI ഫീച്ചറിൽ നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും ഹെഡിങ് ആണെങ്കിലും എല്ലാം AI ജനറേറ്റ് ചെയ്ത് തരും. അടുത്തൊരു ഫാന്റാസ്റ്റിക് AI ഫീച്ചറാണ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓരോ ഫ്രെയിമുകളെയും ഓട്ടോമാറ്റിക്കലി അവർ കണക്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ കണ്ടന്റുകൾ നമുക്ക് ഏതൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ വഴി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫിഗ്മ ആപ്പിളായിട്ടും ഗൂഗിളായിട്ടും കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ ഒഫീഷ്യൽ UI കിറ്റ് നമുക്ക് ഫിഗ്മയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇവയെല്ലാം നമുക്ക് അസറ്റ് പാനൽസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുവഴി അവരുടെ പ്ലാറ്റ്ഫോം ഡിസൈൻ ഗൈഡ് ലൈൻസ് നമുക്ക് ഉപയോഗിക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഡവ് മോഡ്. ഡവ് മോഡിൽ പുതിയ 2 സ്റ്റാറ്റസ് കൊണ്ടുവന്നിട്ടുണ്ട്, എഡിറ്റഡ് ആൻഡ് കംപ്ലീറ്റഡ്. ഇതുവഴി നമുക്ക് ഡെവലപ്പേഴ്സായിട്ട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുവഴി ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഈസി ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏത് റെസ്പോൺസീവിലും ഈ ഡിസൈൻസിന് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതുവഴി ഡെവലപ്പേഴ്സിന് മോർ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസീവ് കാര്യങ്ങളെല്ലാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഫിഗ്മ ഒരു പുതിയ പ്രോഡക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫിഗ്മ സ്ലൈഡ്സ്. ഇത് ആദ്യത്തെ ഡിസൈനേഴ്സിനും അവരുടെ ടീംസിനുള്ള ഒരു പ്രസൻറ്റേഷൻ ടൂളാണിത്. ഫിഗ്മ സ്ലൈഡ്സുകൾ ഉപയോഗിച്ച് നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ പ്രോട്ടോടൈപ്സിനെയും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിനെയും ഷെയർഡ് ലൈബ്രറീസിൽ നമുക്കിതിൽ കൊണ്ടുവരാം. കോപ്പി ചെയ്ത പ്രോട്ടോടൈപ്പിനെ നമുക്ക് നമ്മുടെ സ്ലൈഡ്സിൽ ഇൻട്രാക്റ്റീവ് ആക്കി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പോൾസും അതുപോലെ തന്നെ അലൈൻമെൻറ്റ് സ്കിൽസും റിയൽ ടൈം ഫീഡ്ബാക്കും നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്ക് ഈ ടോഗിൾ ഉപയോഗിച്ചിട്ട് ഡിസൈൻ മോഡിലേക്ക് പോയി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് AIയുടെ സഹായത്തോടുകൂടി നമ്മളെ കണ്ടന്റ് പ്രൊഫഷണൽ ആയിട്ടാണെങ്കിലും കാഷ്വൽ ആയിട്ടാണെങ്കിലും എങ്ങനെ ഏത് കണ്ടന്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അടുത്ത ഫിഗ്മ കൊണ്ടുവന്ന ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമ്മളെ സ്ക്രീൻഷോട്ടുകളെ UI ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.